ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11 നിലവിൽ വരുന്നത്. 1993 ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം തന്നെയാണ് ഈ കമ്മീഷനും നിലവിൽ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് ആസ്ഥാനം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്, അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. പക്ഷേ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണെന്ന് മറന്നുപോകരുത്. പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണെന്ന് അറിഞ്ഞിരിക്കുക. രാഷ്ട്രപതിയാണ് പുറത്താക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 പേരാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2 അംഗങ്ങളും 1 ചെയർപേഴ്സണുമാണുള്ളത്. ചെയർപേഴ്സൺ ആകുന്ന വ്യക്തിയുടെ യോഗ്യത പഠിച്ചു വെക്കുക. ചെയർപേഴ്സൺ ആകുന്ന വ്യക്തിയുടെ യോഗ്യത, അദ്ദേഹം ഒന്നെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അതല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയാലും മതി, അറിഞ്ഞിരിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്, അറിഞ്ഞിരിക്കുക. അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, രാഷ്ട്രപതിക്കാണ് അധികാരം. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ളയായിരുന്നു ആദ്യ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ഈ നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? മുഖ്യമന്ത്രി. ഓക്കെ ആണല്ലോ. കമ്മിറ്റിയുടെ ചെയർമാനാണ് ആര്? മുഖ്യമന്ത്രി, ഓർത്തിരിക്കുക. അതിൽ മറ്റ് അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ, ഓർത്തിരിക്കുക, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ്. ഈ 4 പേരും ചേർന്നായിരിക്കും ഈ പറഞ്ഞ അംഗങ്ങളെ നിർദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയുള്ള വിവരങ്ങളാണ് പഠിച്ചത്. എല്ലാം വളരെ വ്യക്തമായി പഠിച്ചിരിക്കുക. മറ്റൊരു വിഷയവുമായി, മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.